ഓട്ടിസം ആസച്ച് കൂടി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കൂടാണ്ട് പിന്നെ ഡയഗ്നോസിസും ഏർലി ഡയഗ്നോസിസ് കൂടി വരുന്നത് കണ്ടിട്ടുണ്ട്. ഈ ഡയഗ്നോസ് ചെയ്ത കുട്ടികൾക്ക് നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ചികിത്സാ രീതികൾ, തെറാപ്പികൾ ഇതൊക്കെ എങ്ങനെയാണ്? അത് പിന്നെ ഒരു ഭയങ്കര ഒരു കോൺട്രവേഴ്ഷ്യൽ ഏരിയയാണ്. എനിക്ക് തോന്നുന്നത് ഒരുപാട് പേര് ട്രീറ്റ് ചെയ്യുന്നുണ്ട് ഓട്ടിസത്തിന്, പല രൂപത്തിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഓട്ടിസം എന്നുള്ളത് ഒത്തൻറ്റിക്കായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, സയൻറ്റിഫിക്കായിട്ട് ലേറ്റസ്റ്റ് സ്റ്റഡീസൊക്കെ വെച്ച് പറയുന്നത് ഓട്ടിസം എന്നുള്ള ഇതൊരു ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡറാണ്. അതിന് കറക്റ്റായിട്ട് ഒരു മരുന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഒരു മരുന്ന് കൊടുത്താൽ ഓട്ടിസം ശരിയാവും. നമ്മളിപ്പോൾ ബാക്ടീരിയ ഇൻഫെക്ഷനൊക്കെ ഒരു ആൻറ്റിബയോട്ടിക് കൊടുത്താൽ ശരിയാവും. അങ്ങനെ ഒരു മരുന്നില്ല. പക്ഷേ ഓട്ടിസത്തിൻ്റെ കൂടെ ഉണ്ടാവുന്ന ബിഹേവിയേഴ്സ്, കുറച്ച് ഭയങ്കര റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാവാം, അതുപോലെ ഇപ്പോൾ കണ്ടുവരുന്ന പല ബിഹേവിയേഴ്സ് കാണിക്കുന്ന അടയാളം, അതെ, അതിന് വേണ്ടിയിട്ട് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകളുണ്ട്. അത് നമ്മുടെ FDA ഒക്കെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഡ്രഗ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അപ്പം മരുന്നുകളെക്കുറിച്ച് പറയണം, അതാണ് സത്യം. പിന്നെ ഇനി ഓട്ടിസത്തിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പം അത് ഏർലി ഓട്ടിസത്തിന് വേൾഡ് ഓവർ ഒരുപാട് പഠനങ്ങളും ഗവേഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ പിന്നെ അക്സെപ്റ്റ് ചെയ്ത, ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉള്ളതെന്ന് ഒരു പഠിച്ചൊരു കാര്യമാണ് AB എന്ന് പറയുന്ന അപ്ലൈഡ് ബിഹേവിയർ അനാലിസിസ് എന്ന് പറയുന്ന രീതിയിലുള്ള തെറാപ്പി. സാധാരണ ആളുകൾക്ക് ആ ഒരു ടേം ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ ഈ ഒരു തെറാപ്പിയാണ് ഏറ്റവും കൂടുതലായിട്ട് ആളുകളെ അക്സെപ്റ്റ് ചെയ്ത് വന്നത്. പക്ഷേ ഓവർ ടൈമിൽ നമ്മൾ റിയലൈസ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് ABA തെറാപ്പി ഒരു ബിഹേവിയറൽ അപ്രോച്ചാണ്. ബിഹേവിയറിനെയാണ് നമ്മൾ അവിടെ ട്രീറ്റ് ചെയ്യുന്നത്. കുട്ടിയുടെ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ, അതെ, ഇതൊരു ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡറാണ്. അപ്പോൾ ഒരു ബിഹേവിയർ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള അപ്രോച്ചാണ് ഇൻ ജനറൽ കണ്ടുവരുന്നത്. അപ്പോൾ അതൊരു ട്രഡീഷണൽ അപ്രോച്ചായിരുന്നു. അതിനെ മോഡിഫൈ ചെയ്തു, ABA കൂട്ടി അതിൽ ഡെവലപ്മെൻറ്റൽ അപ്രോച്ചും കൂടി ചേർത്തിട്ട് ഒരു NDBA എന്ന് പറയുന്നൊരു അപ്രോച്ച് ഉണ്ട്. അതായത് നാച്ചുറലിസ്റ്റിക് ഡെവലപ്മെൻറ്റൽ ബിഹേവിയറൽ ഇൻ്റർവെൻഷൻ. അപ്പോൾ ഈ ഒരു രീതി എന്ന് പറയുന്നത് അതിൻ്റെ പ്രിൻസിപ്പിൾ പറയുമ്പോൾ കുറച്ചും കൂടി സിമ്പിളായിരിക്കും. ഇതിൽ കുട്ടിയുടെ ബിഹേവിയർ ഒരേപോലെ നമ്മൾ ടാക്കിൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് നോക്കിയിട്ട് ആ ഡെവലപ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൂടി ട്രൈ ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇത് ട്രീറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതിന് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ, തെറാപ്പീസാണ് നമ്മൾ ഇൻ ജനറൽ കൊടുക്കുക. പക്ഷേ എങ്ങനെ ആയിരിക്കണം തെറാപ്പി? നമ്മൾ പല സെൻറ്റേഴ്സും തെറാപ്പി സെൻറ്ററുകളും റെഗുലറായിട്ട് കുട്ടിയുടെ തെറാപ്പി സെൻറ്ററിൽ ഇരുത്തും. പാരൻസ് എല്ലാം പുറത്തിരുന്നിട്ട് ഒരു CCTVയിൽ കാണും, അല്ലെങ്കിൽ സെഷൻ കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പാരൻസിന് പറഞ്ഞു കൊടുക്കും. ഈ ഒരു രീതി എഫക്റ്റീവായിട്ട് തോന്നിയിട്ടില്ല. പകരം പാരൻസിന് പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് ഇതാണ്, ഈ കാര്യങ്ങൾക്ക് ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഡെവലപ്മെൻറ്റ് എങ്ങനെ സപ്പോർട്ട് ചെയ്യണം, ബിഹേവിയർ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വേൾഡ് ഓവർ NDBA ത്രൂ പറയുകയാണെങ്കിൽ നാച്ചുറലായിട്ടുള്ള എൻവിറോൺമെൻറ്റ്, ഡെവലപ്മെൻറ്റൽ അപ്രോപ്രിയേറ്റ് ആയിട്ടൊരു എൻവിറോൺമെൻറ്റ് അവർക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് പാരൻസ് മീഡിയേറ്റ് ചെയ്യുന്ന, ചൈൽഡ് ഇനീഷ്യേറ്റ് ചെയ്യുന്ന തെറാപ്പി ആയിരിക്കണം. അപ്പം തെറാപ്പിസ്റ്റ്, നമ്മൾ ഡോക്ടേഴ്സ് എന്നൊക്കെ പറയുന്നത് നമ്മൾ അവർ ഗൈഡൻസ് മാത്രമായിരിക്കും കൊടുക്കുന്നത്. പാരൻസിന് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക, പാരൻസിന് പിന്നെ ഗൈഡ് ചെയ്യുക, എന്തൊക്കെയാണ് കുട്ടിയുടെ ഈ ഒരു കാര്യത്തിന് വേണ്ടി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. തെറാപ്പി യഥാർത്ഥത്തിൽ നടക്കേണ്ടത് അവരെ വീടുകളിലും കമ്മ്യൂണിറ്റികളിലും സൊസൈറ്റിയിലുമാണ്. ഇപ്പോൾ സ്കൂളുകളിലും എല്ലാം നടക്കേണ്ടത്. അവരുടെ ഡെവലപ്മെന്റിന് അവരെവിടെയാണ് ജീവിക്കുന്ന ആ സാഹചര്യത്തിൽ അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ. ഈ ഒരു സാഹചര്യത്തിൽ വേറൊരു കാര്യം കൂടി ഇമ്പോർട്ടൻ്റ് അല്ലേ? അതായത് ഇങ്ങനെ ഒരു പ്രശ്നം എന്ന് പറയുന്നില്ല, ഇങ്ങനെയുള്ളൊരു വെല്ലുവിളിയുള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ വെല്ലുവിളി എത്രയും നേരത്തെ കണ്ടെത്തിയാൽ അത്രയും നല്ലത്. കാരണം നമുക്ക് അത്രയും നേരത്തെ ഈ കുട്ടിയുടെ വളർച്ച തുടങ്ങുമ്പോഴേക്ക് നമുക്ക് ഈ തെറാപ്പി പെർസ്പെക്റ്റീവിലുള്ള ഒരു അന്തരീക്ഷം ഒരുക്കി കൊടുക്കാൻ സാധിക്കുമല്ലോ. തീർച്ചയായും നിങ്ങൾ പറഞ്ഞ വളരെ നല്ലൊരു പോയിൻ്റാണ്. അതപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പിന്നെ ബ്രെയിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് അല്ലേ, 80% 2 ഇയേഴ്സിൻ്റെ ഉള്ളിൽ ഫുള്ളാവും, അതേപോലെ 90% 5 ഇയേഴ്സിൻ്റെ ഉള്ളിൽ ഫുള്ളാവും. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളുടെ അടുത്ത് പറയാം. നമ്മുടെ ഫസ്റ്റ് 1000 days എന്ന് പറയും. ഫസ്റ്റ് 1000 എന്ന് വെച്ചാൽ ഒരു കുട്ടി പ്രഗ്നൻസി പീരീഡിൽ 278 days, അതേപോലെ ജനിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ 2 വർഷം, ഇത് ചേർത്തിട്ടാണ് ഫസ്റ്റ് 1000 days. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ആദ്യത്തെ 2 വയസ്സിനുള്ളിൽ നമ്മൾ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാരണം ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബ്രെയിനിലെ കുറേ കാര്യങ്ങൾ. ഇനി സെക്കൻഡ് 1000 days എന്ന് പറയും, 2 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള, ഇതാണ് നമ്മൾ രണ്ടാമത്തെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ആ ഒരു സമയത്ത്
ആണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ 3,000 days 5 to 8 years എന്ന് പറയുന്നത് അതാണ് തേർഡ്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യപ്പെടാണ്ടിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കുട്ടികളിലെ ബ്രെയിനിന് ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട്. ഇപ്പം കുട്ടി ജനിച്ച് നമ്മളടുത്ത് തരുമ്പം സ്വാഭാവികമായിട്ടും നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആസ് എ പാരൻ്റ് എന്നുള്ള രീതിയിൽ പാരൻ്റ് റെസ്പോൺസിബിലിറ്റിയാണ് എൻ്റെ കുട്ടി നോർമലായിട്ടാണോ ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് ഉറപ്പ് വരുത്തുന്നത്. അപ്പോൾ റെഗുലറായിട്ട് അവർ പീഡിയാട്രിഷ്യനെ വിസിറ്റ് ചെയ്യുമ്പം ഡെവലപ്മെൻറ്റ് കൂടെ പീഡിയാട്രിഷ്യനോട് ഡിസ്കസ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. പല പീഡിയാട്രിഷ്യൻസും സാധാരണ സ്ക്രീനിങ് ചെയ്യാറുണ്ട്. അതുപോലെ മാൻഡേറ്ററി ആയിട്ട് പിന്നെ ഗൈഡൻസിലൊക്കെ പറയുന്നത് ഒരു 16 തൊട്ട് 30 മാസത്തിൻ്റെ ഉള്ളിൽ ഒരു കുട്ടി വരുമ്പം റെഗുലർ ആയിട്ടുള്ള വെൽ ബേബി വിസിറ്റിൽ സ്ക്രീൻ ചെയ്യണം എന്നാണ്. MCAT പോലുള്ള സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്തിട്ട് സ്ക്രീൻ ചെയ്യണം. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കണ്ടുപിടിക്കുന്ന കുട്ടികളിൽ ആദ്യത്തെ 3 yearsൻ്റെ ഉള്ളിൽ കണ്ടുപിടിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻ്റർവെൻഷന് ഇൻ ജനറൽ പറയുന്ന പേരാണ് ഏർലി ഇൻ്റർവെൻഷൻ തെറാപ്പി എന്ന്. അപ്പോൾ ഇത് ഭയങ്കര എഫക്റ്റീവാണ്. ഇതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ എൻ്റെ മനസ്സിൽ തന്നെ കിടക്കുന്നുണ്ട്. എൻ്റെ കൂടെയുള്ള ഇൻ ജനറൽ നമ്മളിപ്പോൾ ഞാനും എൻ്റെ വൈഫും മോളും അവരുടെ ഫാമിലി, എൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലിയും നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോയിരുന്നു. അപ്പം പിന്നെ അവരുടെ മോൻ്റെ ബിഹേവിയർ കുറച്ചൊരു അട്ടിപ്പിക്കലായിട്ട് ഫീൽ ചെയ്തു. എൻ്റെ വൈഫ് ഒരു സൈക്കോളജിസ്റ്റാണ്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ കുറച്ച് അട്ടിപ്പിക്കലാണ് മോന്. അപ്പോൾ പിന്നെ ഒന്നും കൂടെ നമ്മൾ വിശദമായിട്ട് അവരോട് സംസാരിച്ചൊന്ന് ഇവാലുവേറ്റ് ചെയ്തത് മോനക്ക് ഓട്ടിസത്തിൻ്റെ ഫീച്ചേഴ്സ് ഓൾറെഡി കണ്ടുവന്നിട്ടുണ്ട്. 2.5 ആ ഒരു വയസ്സിലാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ തന്നെ നമ്മൾ ഇൻ്റർവെൻഷൻസ് സ്റ്റാർട്ട് ചെയ്തു. ഒരു വർഷത്തിനുള്ളിൽ ഒരുപാട് ചേഞ്ചസ് ആണ് കുട്ടികളുണ്ടായത്. അതുപോലെ ഏർലി ഇൻ്റർവെൻഷൻ വഴി ഒരുപാട് ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ട്. ഇനി ഓട്ടിസം എന്ന് മാത്രമല്ല, ഈവൻ പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യം അല്ലേ, ജനിക്കുന്ന സമയത്ത് കുട്ടി നേരത്തെ ജനിച്ച കുട്ടികൾ, ICUയിൽ കിടന്ന കുട്ടികൾ, ഈ കുട്ടികൾക്കൊക്കെ ബാക്കിയുള്ള ഡിസബിലിറ്റി, മോട്ടോർ ഡിസബിലിറ്റി, സെറിബ്രൽ പാൾസി അതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതൽ. ഈ കുട്ടികളിൽ പോലും നമ്മൾ ഏർലി ഇൻ്റർവെൻഷൻ എന്ന് പറയുമ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ഫിസിയോതെറാപ്പിയും അതുപോലെ സ്പീച്ച് സ്റ്റിമുലേഷനും അങ്ങനെ പല രീതിയിലുള്ള തെറാപ്പികൾ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. കൊടുക്കുന്നത് നമ്മൾ എഫക്റ്റീവായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ ഡ്രാസ്റ്റിക് ഇമ്പ്രൂവ്മെൻറ്റ് വരും. വീണ്ടും ഞാൻ ഇവിടെ റീഇൻഫോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ എന്ത് തെറാപ്പി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ പാരൻസിന് പഠിപ്പിച്ചു കൊടുക്കുക, പാരൻസിനെ ഫിറ്റാക്കുക, അവരുടെ ഒരു നോർമൽ റൂട്ടീൻ ലൈഫിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതിനാണ് ഗ്രേറ്റ് സക്സസ് ഉള്ളത്. അത് ഞാൻ പറയാനുള്ള ഒരു കാരണം കൂടിയുണ്ട്. നമ്മളിപ്പോൾ ഒരു ഡിസബിലിറ്റി, ഒരു പ്രയാസമുള്ള, ഒരു സ്പെഷ്യൽ നീഡുള്ള കുട്ടികൾ പാരൻസിനുണ്ടാകുമ്പോൾ ഭയങ്കര പ്രയാസമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. ഒരു കല്യാണത്തിന് പോകാൻ പറ്റില്ല, ഒരു ഫംഗ്ഷന് പോകാൻ പറ്റില്ല, എവിടെയും പോകാൻ പറ്റില്ല. അവർ സ്റ്റക്ക്, എസ്പെഷ്യലി മദേഴ്സ്. നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ എല്ലാ റെസ്പോൺസിബിലിറ്റിയും മദറിനായിരിക്കും. ഫാദർ ജോലിക്ക് പോവാണ്, ഈവൻ ഇഫ് മദർ വർക്കിംഗ് ആണെങ്കിൽ റെസ്പോൺസിബിലിറ്റി കൂടുതൽ കുട്ടികളുടെ കാര്യത്തിൽ മദറിനായിരിക്കും. അപ്പോൾ അവർ സ്റ്റക്കാവാണ്. അപ്പം അവരെ എത്രയും പെട്ടെന്ന് എങ്ങനെ അവരെ എൻവിറോൺമെൻറ്റിൽ നിന്നുകൊണ്ട് തെറാപ്പി ചെയ്യാൻ പഠിപ്പിക്കുന്നു, അവരെ എൻവിറോൺമെൻറ്റിന് സ്യൂട്ടായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു, അവർക്കും മറ്റുള്ള കുട്ടികളുടെ പോലെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ പാരൻസിന് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക, പാരൻസിന് നേരത്തെ ഡയഗ്നോസ് ചെയ്ത് ഏർലി ഇൻ്റർവെൻഷൻ തുടങ്ങുക. ഇതൊക്കെ ആയിരിക്കും നമുക്ക് അൾട്ടിമേറ്റ്ലി നമുക്ക് ഈ ഓട്ടിസം അല്ലെങ്കിൽ ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡേഴ്സിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാരൻസിനാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൃത്യമായിട്ട് മനസ്സിലാവുക. ഇങ്ങനെ ഒരു മകൻ ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടാവുക എന്ന് പറയുമ്പോൾ പിന്നെ അതിൻ്റെ ഒരു സോഷ്യൽ ചലഞ്ചുകളൊക്കെ, ഇങ്ങനെയുള്ള ഈ ചലഞ്ചുകൾക്കൊക്കെ ഇടയിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഡയഗ്നോസ് ചെയ്യപ്പെട്ടാൽ അവരുടെ ഡെവലപ്മെൻ്റൽ സ്റ്റേജിൽ ഇൻ്റർവെൻഷൻ സാധ്യമാകുന്ന രൂപത്തിലുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു വീട്ടിലായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ സമയമുണ്ട്. ഒരു വീട്ടിൽ പാരൻസ് ശ്രദ്ധിക്കേണ്ട പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത്, അപ്പം പിന്നെ പ്രഗ്നൻസിയിലാണ് ഞാനിപ്പോൾ ഒരു പെരിനാറ്റൽ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്ന നിംഹാൻസ് ബാംഗ്ലൂർ കണ്ടക്ട് ചെയ്യുന്ന ഒരു കോഴ്സും കൂടി ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഒരു കുട്ടിയുടെ വളർച്ചകളും ബ്രെയിൻ ഡെവലപ്മെൻറ്റും എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രഗ്നൻസി ടൈമിലാണ്. പ്രഗ്നൻസി ടൈമിൽ പലപ്പോഴും പാരൻസിനെ കൊണ്ട് ന്യൂട്രീഷനെ കുറിച്ച് കുറേ ചർച്ചകൾ നടക്കാറുണ്ട്. ഒരുപാട് നമ്മൾ കഴിക്കേണ്ട ഫ്രൂട്ട്സിനെ കുറിച്ചും പല ഡിസ്കഷൻസ് നടക്കാറുണ്ട്. അതുപോലെ അവർക്ക് അതുപോലെ അവർക്ക് ആരൊക്കെ എപ്പോഴാണ് കാണേണ്ടത്, ഒബ്സ്റ്റട്രീഷ്യൻ ഗൈനക്കോളജിസ്റ്റിനെ കാണേണ്ടത്, അതിൽ ഹോസ്പിറ്റലിനെ കുറിച്ച് ഏത് ഹോസ്പിറ്റൽ ചൂസ് ചെയ്യണം, അതുപോലെ ഉണ്ടാവുന്ന കോംപ്ലിക്കേഷനെ കുറിച്ച് ചർച്ചകൾ നടക്കാറുണ്ട്. പക്ഷേ നമ്മളെപ്പോഴും മറന്നു പോകുന്നൊരു കാര്യമാണ് ആ പാരൻറ്റിൻ്റെ ഫിസിക്കൽ ഹെൽത്ത് പോലെ മെൻ്റൽ വെൽബീയിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രഗ്നൻസി കാലഘട്ടത്തിൽ തന്നെ മദർ സ്ട്രെസ്സ്
ഇല്ലാതെ അല്ലെങ്കിൽ ടോളറബിൾ ആയിട്ടുള്ള സ്ട്രെസ് ആയിരിക്കണം അവർക്ക് ഉണ്ടാവേണ്ടത്. ബിയോണ്ട് ലെവലിലേക്ക് പോകേണ്ടിയിരിക്കുക എന്നുള്ളത് അമ്മയുടെ സ്ട്രെസ്സ് കൺട്രോൾ ചെയ്യപ്പെടുക എന്നുള്ളത് അവരുടെ ബന്ധപ്പെടുന്ന ആളുകൾ, അവരുടെ ഭർത്താവായിക്കോട്ടെ, അവരുടെ ഹസ്ബൻഡിലെ വീട്ടിലുള്ള ആളുകളായിക്കോട്ടെ, അവരെല്ലാം റെസ്പോൺസിബിലിറ്റിയാണ്. അവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ട്രെസ്സ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു പ്രഗ്നൻസി, കാരണം ഈ സ്ട്രെസ്സും ഓട്ടിസം അല്ലെങ്കിൽ ബാക്കിയുള്ള കുറേ പ്രീ ടേം ഡെലിവറി, ന്യൂറോ ഡെവലപ്മെൻറ്റ് പ്രോബ്ലംസും കൊണ്ട് ഒരുപാട് സ്റ്റഡീസ് വന്നിട്ടുണ്ട്. തലച്ചോറിലെ കോർട്ടിസോൾ, അതായത് ഈ കുട്ടികളുടെ ഡെവലപ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഈ കോർട്ടിസോളിന് എഫക്റ്റ് ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അതേപോലെ സ്ട്രെസ് ഹോർമോൺസ് ബാക്കിയുള്ള എല്ലാം കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് എഫക്റ്റ് ചെയ്യപ്പെടുമെന്ന് പറയുന്നുണ്ട്. ഇനി പ്രഗ്നൻസിയുടെ കാലഘട്ടം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഈവൻ ഇത് ഞാൻ പറയുന്നത് ഇൻ ജനറലാണ്, ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡേഴ്സ് ഏതും മാത്രമല്ല ഇൻ ജനറൽ. പ്രഗ്നൻസി ഹാപ്പി ആയിരിക്കണം, അതേപോലെ സന്തോഷമായിട്ടായിരിക്കണം, റെഗുലറായിട്ട് ഒബ്സ്റ്റട്രീഷ്യനായിട്ട് അവർ ഗൈനക്കോളജിസ്റ്റായിട്ട് അവർക്ക് ഫോളോ അപ്പ് ഉണ്ടായിരിക്കണം, കഴിക്കേണ്ട മരുന്നുകൾ. ഇപ്പം ആദ്യത്തെ 3 മാസങ്ങളിലേക്കാണ് നമ്മൾ ഫോളിക് ആസിഡ് നിർബന്ധമാണ്, അല്ലെങ്കിൽ ന്യൂറൽ ട്യൂബുലർ ഡിഫക്ട്സും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അത് വരാണ്ടിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ എല്ലാ ടൈമിൽ നമുക്ക് അനോമലി സ്കാന്, അതുപോലെ കുറേ സ്കാനുകൾ എടുക്കാനുണ്ടാകും, അതൊക്കെ റെഗുലറായിട്ട് ചെയ്യാം. അതുപോലെ പ്രഗ്നൻസി ഹാപ്പി ആയിരിക്കുക. പിന്നെ ഡെലിവർ ആകുമ്പോൾ നല്ലൊരു ഹോസ്പിറ്റൽ ചൂസ് ചെയ്യുക എന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അവിടുത്തെ ലക്ഷറി എല്ലാം നമ്മൾ നോക്കേണ്ടത് ഏത് ലെവലിൽ അവർക്ക് പിന്നെ കോംപ്ലിക്കേഷനൊന്നുമില്ല. സാധാരണ ഡെലിവറി ആണെങ്കിൽ പോലും ഒരു പീഡിയാട്രീഷ്യൻ അവൈലബിൾ ആണ് അവിടെ ഫുൾ ടൈം. അതുപോലെ ഇനി ഒരു കോംപ്ലിക്കേഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഡെലിവറി ആണെന്നിരിക്കട്ടെ, അപ്പോൾ നിയോനെറ്റോളജിസ്റ്റ് അവൈലബിൾ ആണോ, അവർക്ക് NICU അവൈലബിൾ ആണോ, എങ്ങനെയാണ് അവിടുത്തെ ഫെസിലിറ്റി, അതെല്ലാം നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഇനി ജനിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരുപാട് പേര് വർക്കിംഗ് ആണ്. അപ്പോൾ വർക്കിംഗ് മദേഴ്സിന് സ്വാഭാവികമായിട്ടും അവർക്ക് ലിമിറ്റേഷൻ ഉണ്ട്, അവർക്ക് ലീവും കാര്യങ്ങളും കിട്ടുന്നത്. പക്ഷേ ആദ്യത്തെ 2 years എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കഴിയുമെങ്കിൽ ഈ ആദ്യത്തെ 2 years ലീവ് എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം കുട്ടി ഒരു പ്രൈമറി കെയർ ടേക്കറായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് ബിൽഡ് ചെയ്യപ്പെടുക എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ ഒരു വയസ്സിൻ്റെ ഉള്ളിൽ സെക്യൂർഡ് അറ്റാച്ച്മെൻറ്റും, രണ്ടാമത്തെ ഒരു വയസ്സിൽ ആ സെക്യൂർഡ് അറ്റാച്ച്മെൻറ്റിൽ നിന്നായിരിക്കണം കുട്ടി വേൾഡ് എക്സ്പ്ലോർ ചെയ്യപ്പെടുന്നത്. സെക്യൂർഡ് ബേസ് ഫോം ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് കുട്ടികൾ എക്സ്പ്ലോർ ചെയ്യുക. അതുകൊണ്ട് തന്നെ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇൻ കേസ് കുട്ടിക്ക് പാരൻറ്റിന് വർക്കിംഗ് 6 മാസം കൊണ്ട് ജോയിൻ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ 6 മാസം മാൻഡേറ്ററി ആയിട്ട് ലീവ് എടുക്കേണ്ടി വരും. 6 മാസത്തിന് ശേഷം സ്ലോ ആയിട്ട് നമുക്ക് ട്രാൻസിഷൻ പ്ലാൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു കെയർ ടേക്കർ ഉണ്ടായിരിക്കണം. അപ്പോൾ ചില വീടുകൾ എടുക്കുമ്പോൾ കുറച്ച് ദിവസം പിന്നെ ഹസ്ബൻഡ് ഉമ്മ വന്ന് നിൽക്കും, പിന്നെ വേറൊരാൾ വന്ന് നിൽക്കും, അങ്ങനെ മാറി നിൽക്കുമ്പോഴും കുട്ടികളുടെ അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസ് കാണാറുണ്ട്. ഈ അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസ് ന്യൂറോ ഡെവലപ്മെൻറ്റിൽ പോലെ തന്നെ ബിഹേവിയറൽ സൈക്കാട്രിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കും പിന്നീട് വഴിയൊരുക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ കുട്ടിക്ക് ഒരു കെയർ ടേക്കർ ഉണ്ടാവുക, അല്ലെങ്കിൽ കുട്ടിക്ക് മദർ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാവുക എന്നുള്ളത് ആദ്യ 2 years ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറയുന്നത് കുട്ടീൻ്റെ ഡെവലപ്മെൻറ്റ് നോർമലാണോ എന്ന് നോക്കാം. നമുക്ക് ഫ്രീലി അവൈലബിൾ ആയിട്ടുള്ള കുറേ ടൂൾസും കാര്യങ്ങളുണ്ട്. CDC എന്ന് പറയുന്ന മൈൽ സ്റ്റോൺ ട്രാക്കർ, അതേപോലെ IAPയുടെ തന്നെ, ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിൻ്റെ തന്നെ കുറേ റെഡ് ഫ്ലാഗ്സ്, ഒരുപാട് നമുക്ക് ഫ്രീലി അവൈലബിൾ ആണ്. അതേപോലെ RBSKയുടെ ഒക്കെ ടൂൾസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നോക്കാനും മനസ്സിലാക്കാനുള്ള പ്രയാസമുള്ള ആളുകളാണ് സ്വാഭാവികമായിട്ട് ഒരു പീഡിയാട്രീഷ്യനെ വിസിറ്റ് ചെയ്യുമ്പോൾ, ഈവൻ ഇഫ് പീഡിയാട്രീഷ്യൻ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ചോദിച്ചിട്ടില്ലെങ്കിലും എൻ്റെ കുട്ടിയുടെ ഡെവലപ്മെൻറ്റ്, അത് നമ്മൾ വെയിറ്റിൽ ഭയങ്കര കൺസേൺ ആയിരിക്കും, വെയിറ്റ് എത്രയാണ്, അതുപോലെ എൻ്റെ കുട്ടിയുടെ ഡെവലപ്മെൻറ്റ്, എൻ്റെ കുട്ടി സംസാരിക്കാൻ സമയമായിട്ടുണ്ടോ, ഇപ്പം നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഇത് കറക്റ്റാണോ എന്ന് ഡെവലപ്മെൻറ്റിൻ്റെ ഡൊമൈൻസ് വെച്ചിട്ട് പിന്നെ ഡോക്ടറോട് ചോദിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡെവലപ്മെൻറ്റ് നോർമലാണോ എന്നുള്ളത് ഫോളോ അപ്പ് ചെയ്യാണ് ഇമ്പോർട്ടൻറ്റ്. ഇൻ കേസ് നമ്മൾ നേരത്തെ ചോദിച്ച പോലെ പിന്നെ എന്തെങ്കിലും ഡെവലപ്മെൻറ്റിൽ കണ്ടു എന്ന് വിചാരിക്കുക, അത് നെഗ്ലക്റ്റ് ചെയ്യാണ്ടിരിക്കുക, അത് ഇഗ്നോർ ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ അത് ശരിയായിക്കോളും. നമ്മൾ പല വീട്ടുകളിലും വല്യപ്പ പിന്നെ 4 വയസ്സായിട്ടാണ് സംസാരിച്ചത്, പിന്നെ വേറൊരാൾ അങ്ങനെയാണ് സംസാരിച്ചത്, വെറുതെ വീട്ടിൽ പ്രായമായ ആൾക്കാർ പറഞ്ഞുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ വീട്ടിനടുത്തുള്ള ആൾക്കാർ കുറേ കമൻട്രി പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിന് വെയിറ്റ് ചെയ്യാണ്ട് ഡെവലപ്മെൻറ്റിൽ എൻ്റെ കുട്ടിക്ക് ഏതെങ്കിലും ഒരു സ്പിയറിൽ, ഞാൻ പറഞ്ഞ പോലെ ഈ 5 ഡൊമൈൻ എന്ന് പറയുമ്പോൾ മോട്ടോർ, ഓടുന്ന ചാടുന്ന അങ്ങനത്തെ കാര്യങ്ങൾ, പെൻസിൽ ഉപയോഗിക്കുന്നു, പെൻ ഉപയോഗിക്കുന്നു, അത് ആ കാര്യങ്ങൾ. അഡാപ്റ്റീവ് എന്ന് പറയുന്നത് ടോയ്ലറ്റ് ട്രെയിനിങ്, ഫീഡിങ്, അതുപോലെ സോഷ്യൽ എന്ന് പറയുന്നത് പിന്നെ ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഇൻറ്റൻറ്റോടുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, ഐ കോൺടാക്റ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ. ലാംഗ്വേജാണ് സംസാരം, അതേപോലെ മനസ്സിലാക്കുന്നത്. കോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ തിങ്കിങ്, മെമ്മറി, ലേണിംഗ് ഒക്കെ. ഇതിലേതിലെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഡയറക്റ്റായി ഡോക്ടറെ വിസിറ്റ് ചെയ്യാം. വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുകയാണ്. കുട്ടിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ട കാലഘട്ടം എന്ന് പറയുന്നത് ആദ്യത്തെ 2 years ആദ്യത്തെ 5 years ആണ്. നമ്മളെപ്പോഴും വിചാരിക്കും കുട്ടി വലുതായിട്ട് നമുക്ക് ഒരുപാട്
പിന്നെ പൈസ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഫിനാൻഷ്യലി അവർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ബെസ്റ്റാണ് അല്ല. ഇപ്പോൾ ഇന്നും എൻ്റെ അടുത്തൊരു പാരൻറ്റ് വന്നിട്ടുണ്ട്, വൺ ഓഫ് ദി ഓൺടർപ്രണറാണ് എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ അവർ ഒരുപാട് ഫിനാൻഷ്യലി സ്റ്റേബിളാണ്. ഞങ്ങൾക്ക് ആ പാരൻറ്റിനോട് ചോദിച്ചൊരു കാര്യമുണ്ട്, നിങ്ങളുടെ കുട്ടിക്ക് 2 വയസ്സായി, അപ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ കൂടെ നിങ്ങൾ എത്ര സമയം ചിലവഴിക്കുന്നുണ്ട്? അപ്പോൾ ആ പാരൻറ്റ് പറയുക, ഹെൽപ്ലെസ് ആയി, എനിക്ക് ടൈം കിട്ടാറില്ല. അപ്പോൾ നിങ്ങൾ ആ കുട്ടിക്ക് ഒരു 12th കഴിഞ്ഞ് ഒരു ഇന്ന മെഡിക്കൽ കോളേജിൽ കോടികൾ കൊടുത്ത് സീറ്റ് വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ നിങ്ങൾ ആ കുട്ടിയുടെ കൂടെ ക്വാളിറ്റിയോട് കൂടി ടൈം സ്പെൻഡ് ചെയ്യണം. ക്വാളിറ്റിയോട് കൂടി ടൈം. അപ്പോൾ നമ്മൾ മൊബൈലിൽ നോക്കിയിട്ടാവരുത്, മൊബൈലും സ്ക്രീനൊക്കെ മാറ്റി നിർത്തി 100% കുട്ടികളുടെ ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെവലപ്മെൻറ്റ് മോണിറ്ററിങ് പോലെ തന്നെ കുട്ടി ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെയാണ് ഇൻ ജനറലായിട്ട് നമ്മൾ കുട്ടികളെ ഏർലി ഡെവലപ്മെൻറ്റിൽ സപ്പോർട്ട് ചെയ്യുക.